നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള കള്ളനും പോലീസും കളി തുടർന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് മുൻപ് വന്ന വാർത്തയനുസരിച്ച് US മിലിറ്ററി ഇറാൻ്റെ സിറ്റി ഓഫ് ഗൊറൂക്ക് എന്ന് പറയുന്ന അവരുടെ മിസൈൽ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തെ റഡാർ സെൻറ്ററുകളെയും മിസൈൽ സ്റ്റേഷനുകളെയും ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. വലിയ തോതിലുള്ള ആക്രമണമാണ് സിറ്റി ഓഫ് ഗൊറൂക്കിൽ US നടത്തിയിരിക്കുന്നത്. കൂടാതെ ഇറാൻ്റെ 2 ഐലൻഡുകൾ ക്വാഷം, സിറിക് എന്നീ ഐലൻഡുകളിലും കാര്യമായ ആക്രമണം US നടത്തിയതായി വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായി കുവൈറ്റിലുള്ള അമേരിക്കൻ സേനയുടെ ഒരു എയർബേസ് ഉണ്ട്. അലി അൽ സലീം എയർബേസ് എന്നാണ് ആ എയർബേസിൻ്റെ പേര്. ആ എയർബേസിനെ ലക്ഷ്യമാക്കി കുവൈറ്റിലേക്ക് ഇറാൻ IRGC ഒരു മിസൈലും അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിസൈലിനെ കുവൈറ്റിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനം, അത് ഇസ്രായേൽ കൊടുത്തിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ആ മിസൈൽ സംവിധാനം അതിനെ തകർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇത് കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ 2 തവണ അമേരിക്ക ആക്രമിച്ചിരുന്നു. അന്ന് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് ഇറാൻ്റെ തീരദേശത്തെയും ലഡാക്ക് എന്ന് പറയുന്ന വേറൊരു ദ്വീപിനെയുമാണ് ആക്രമിച്ചത്. ഇന്നത്തെ ഈ ആക്രമണം തീരദേശത്തല്ല നടന്നിട്ടുള്ളത്. ഇത് വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. തീരത്ത് നിന്ന് വളരെ ഉള്ളിലേക്കുള്ള സ്ഥലമാണ്. ഇറാൻ്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മേഖല എന്ന് പറയാമെങ്കിലും പെർഷ്യൻ ഗൾഫിൽ നിന്ന് ഏകദേശം 700ഓളം കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു പട്ടണമാണ് ഈ ഗൊറൂക്ക് എന്ന് പറയുന്ന പട്ടണം. അത് ഇറാൻ്റെ പ്രധാനപ്പെട്ട മിസൈൽ സിറ്റി എന്നവർ പ്രൊജക്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പം വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള പ്രദേശത്തേക്ക് കടന്നാണ് അമേരിക്കൻ സേന ആക്രമണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്ന കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ സേന 2 തവണ ആക്രമണം നടത്തിയിരുന്നു. അത് പ്രധാനമായിട്ടും തീരദേശത്തെയും ഇതുപോലെ ദ്വീപിനെയുമാണ്. അതിന് മറുപടിയായി ആക്രമണത്തിനൊക്കെ ശേഷം 2 ദിവസം കഴിഞ്ഞ് കുവൈറ്റിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ അയച്ചിരുന്നു. ആ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേര് ഫാത്ത 110 എന്നാണ്. ഫാത്ത 110 എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട വളരെ പവർഫുള്ളായിട്ടൊരു മിസൈലാണ്. ആ മിസൈലിനെ കുവൈറ്റ് നേരിട്ടതായും അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിന്നീട് പുറത്തു വന്ന വാർത്തകളനുസരിച്ച് 5 അമേരിക്കൻ ഭടന്മാർക്ക് ഇതിൻ്റെ പേരിൽ പരിക്കേറ്റിട്ടുണ്ട്. കുവൈറ്റിലുണ്ടായിരുന്ന അലി അൽ സലീം ബേസിലെ 5 ഭടന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് മിസൈൽ വീണിട്ടല്ല, ഈ മിസൈലിൻ്റെ ഡെബ്രീസ് വീണിട്ടാണ്. മിസൈൽ തകർത്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ഡെബ്രി താഴേക്ക് വീണ് അതിൻ്റെ ഷാർപ്പ് എൻഡുകൾ പതിച്ച് 5 അമേരിക്കൻ ഭടന്മാർക്ക് മുറിവേൽക്കുകയും അവരുടെ റീപ്പർ ഡ്രോൺ എന്നറിയപ്പെടുന്ന വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അമേരിക്കൻ എക്യുപ്മെൻറ്റ്സൊക്കെ വളരെ കോസ്റ്റ്ലി ആണ്. നമുക്കറിയാം ഇറാൻ്റെ മാതിരി ഇറാൻ്റെ എക്യുപ്മെൻറ്റ്സ് കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പാണ്. അമേരിക്കൻ എക്യുപ്മെൻറ്റ്സ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. ഇത് ഏകദേശം $30 മില്യൺ വില വരുന്ന റീപ്പർ ഡ്രോൺ ഒരെണ്ണം പൂർണ്ണമായി നശിക്കുകയും ഒരു ഡ്രോണിന് ഭാഗികമായി തകരാറ് പറ്റുകയും ചെയ്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ആക്രമണം. ഈ കുവൈറ്റിലെ ആക്രമണത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. ഇറാനിലെ ആക്രമണത്തിൻ്റെയും റിസൾട്ടുകളൊന്നും നമുക്കറിയില്ല. ആക്രമണം നടന്നു എന്നുള്ള കാര്യമാണ് നമുക്കറിയുന്നത്. കുവൈറ്റിലെ ആക്രമണത്തെ സംബന്ധിച്ച് അപ്പോൾ തന്നെ അവർ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഒരു മിസൈൽ ആക്രമണം ഉണ്ടായി, അത് അവർ ഡിഫ്യൂസ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിനിടയിലൂടെ ഇറാൻ്റെ ഒരു ഫാസ്റ്റ് അറ്റാക്കിംഗ് ബോട്ട് 27 റജാബ് എന്ന് പറയുന്ന ഒരു ബോട്ട് ഇതാ ഞങ്ങൾ കടലിലിറക്കുന്നു, അമേരിക്കയെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞുള്ള ഒരു പരസ്യവും കൂടി അവർ പുറത്തിറക്കിയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് അത് ഇറാൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസിയാണ് വാർത്ത പുറത്തുവിട്ടുള്ളത്. മസൂദ് പെഷേസ്കിയാൻ രാജിവെച്ചു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തുവിടുന്നത്. വാർത്തയിൽ പറയുന്നത് IRGC വല്ലാതെ ഭരണത്തിൽ കൈയാടുന്നതുകൊണ്ട് തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് വിശേഷമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെഷേസ്കിയാൻ രാജിവെച്ചു എന്നാണ് ഇറാൻ ഇൻ്റർനാഷണൽ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ അത് ഇറാൻ്റെ മറ്റ് IRGC ബേസ്ഡ് ആയിട്ടുള്ള വാർത്താ ഏജൻസികൾ, ടാസി പോലുള്ള വാർത്താ ഏജൻസികളൊക്കെ വെഹമെൻ്റായിട്ട് ആ വാർത്തയെ ചെറുത്തിട്ടുണ്ട്. അങ്ങനൊരു കാര്യമില്ല. പെഷേസ്കിയാൻ ഇപ്പോഴും അധികാരത്തിലുണ്ട്. ഇറാൻ്റെ പ്രസിഡന്റ് പെഷേസ്കിയാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനത്തെ ഞങ്ങൾ വല്ലാതെ വിലമതിക്കുന്നു. അദ്ദേഹം ഇല്ലാതെ രാജ്യം മുന്നോട്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ തേനും പാലും ഒലിപ്പിച്ചുകൊണ്ടുള്ള ധാരാളം പ്രസ്താവനകൾ IRGCയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പെഷേസ്കിയാൻ രാജിവെച്ചോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഏറെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാകിസ്ഥാൻ അടക്കമുള്ള മീഡിയേറ്റർ ഇതിനേക്കാളും ബ്രോക്കർ രാജ്യങ്ങളെന്ന് വിളിക്കുന്നതാണ് കുറച്ചുകൂടി ശരി. ഇതൊരു ബ്രോക്കിംഗ് ആണ്. അതായത് മീഡിയേറ്റർഷിപ്പ് അല്ല, ബ്രോക്കിംഗ് ആണ്. മീഡിയേറ്റർഷിപ്പ് എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നതിനെയാണ്. ഇവിടെ ഇറ്റ് ഇസ് മിയർലി ബ്രോക്കറേജ്. ഇറാനുമായിട്ട് ഇവർ സംസാരിക്കുന്നു, അമേരിക്കയിൽ പോയി പറയുന്നു, അമേരിക്ക പറയുന്നത് കൊണ്ട് തിരിച്ചു വരുന്നു, ഇറാനോട് പറയുന്നു. സോ മിയർലി ബ്രോക്കിംഗ്.
അപ്പോൾ ഈ ബ്രോക്കിംഗ് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം കൂടി ഒരു പീസ് ഡീലൊക്കെ ഉണ്ടാക്കി അമേരിക്കയുടെ മുമ്പിൽ വെച്ചു എന്നും ട്രംപ് അത് ഡിസ്കാർഡ് ചെയ്തു എന്നുമൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഈ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഇറാൻ ന്യൂക്ലിയർ ആയുധത്തിന് വേണ്ടി ശ്രമിക്കുകയില്ല എന്നൊരു സംഗതിയാണ് ആ കരാറുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. ഒരിക്കലും ഇറാൻ ന്യൂക്ലിയർ ആയുധം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയില്ല എന്നുള്ള സംഗതിയാണ് പ്രിലിമിനറി കരാറിലുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ 60 ദിവസത്തിനുള്ളിൽ സംസാരിച്ച് തീരുമാനിക്കാം എന്നാണ് അതിലുള്ളത്. അപ്പോൾ ട്രംപ് പറഞ്ഞു അത് പറ്റില്ല. ഇതിനകത്ത് അഡീഷണലായിട്ട് വേണ്ട കാര്യങ്ങൾ അവിടെയുള്ള ന്യൂക്ലിയർ മെറ്റീരിയൽ അമേരിക്കയ്ക്ക് എന്ന് കൈമാറും, അതിന് കൃത്യമായൊരു ടൈം ഫ്രെയിം വേണം. 60 ദിവസത്തിനുള്ളിൽ കൈമാറും, അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ കൈമാറും, അല്ലെ 10 ദിവസത്തിനുള്ളിൽ കൈമാറും. അത്തരം ഒരു ടൈം ഫ്രെയിമും കൂടി ഇല്ലാത്ത ഒരു ഡീല് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കറക്ഷനും കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ അത് ഇറാനിലേക്ക് തിരിച്ചയച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഖാലിബാഫ് പറയുന്നത് അങ്ങനെ ഇവർ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറാന് പൂർണ്ണമായും സ്വീകാര്യമായ ടേംസ് വെച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്തരമൊരു കരാറിൽ ഒപ്പിടുകയുള്ളൂ എന്നാണ് ഖാലിബാഫ് പറയുന്നത്. അപ്പോൾ ഇവരെ വാസ്തവത്തിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത് മാതിരിയാണ്. അതായത് ഇത് ആരെ ബോധിപ്പിക്കാനാണ് ഇവർ ചർച്ച നടത്തുന്നത് പറയാൻ പറ്റില്ല. ചർച്ച നടത്തുന്നു, അതിനിടയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു, ചർച്ച ഒരിക്കലും തീരുമാനത്തിലെത്തുന്നില്ല, രണ്ടു കൂട്ടരും എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് കളിക്കുന്നു. അപ്പോൾ ഈ സീജ് എന്ന് പറയുന്നൊരു സംഗതി ഈ ഇറാൻ്റെ പോർട്ടുകൾ അടച്ചു വെച്ചിരിക്കുന്ന സംഗതി അത് 100% ഇഫക്റ്റീവാണ്. ഒരു ഷിപ്പ് പോലും ഇറാനിൽ നിന്ന് പുറത്തേക്ക് അകത്തേക്ക് പോകാൻ അമേരിക്ക സമ്മതിക്കുന്നില്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കും ഇടയിൽ 2 ഷിപ്പുകൾ ഇറാനിലേക്ക് പോകാൻ ശ്രമിച്ചതിനെ അമേരിക്ക ആക്രമിച്ച് ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് വാർണിംഗ് ഷോട്ടുകൾ കൊടുത്തിട്ട് വാർണിംഗ് ഷോട്ടുകൾ പ്രകാരം നിൽക്കാതെ അത് ഇറാനിലേക്ക് പ്രൊസീഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മിസൈൽ ഉപയോഗിച്ച് അതിൻ്റെ എൻജിൻ റൂം തകർത്ത, കപ്പൽ മുക്കുകയല്ല ചെയ്തത്, എൻജിൻ റൂം തകർക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതിനെ ന്യൂട്രലൈസ് ചെയ്ത ഷിപ്പുകളെ സീല് നിർത്തിയിട്ടുണ്ട്. അതായത് അമേരിക്ക ആ കാര്യം വളരെ ടൈറ്റായി പിടിക്കണം. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഓരോ ദിവസം കഴിയുന്തോറും ഇറാൻ ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നത് കാണാം. അത് ക്ഷീണിച്ച് വന്ന് തീരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവർ ഡീലെന്ന് പറയുന്നത് വാസ്തവത്തിൽ മറ്റു രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ എത്ര വേഗം ഒരു സമാധാനം ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും പ്രശ്നത്തിലാണ്, ആർക്കും ഫ്യൂവൽ കിട്ടുന്നില്ല. അപ്പോൾ ഫ്യൂവൽ കിട്ടാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പ് കുറയ്ക്കാൻ വേണ്ടി, മറ്റു രാജ്യങ്ങളിൽ നിന്ന് എതിർപ്പ് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ US-ൻ്റെ അലൈസിൽ നിന്ന് എതിർപ്പ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പം തീരും എന്നുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം മാത്രമാണ് നടക്കുന്നതെന്നാണ് ഈ ചർച്ചകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഖാലിബാഫിനെ സംബന്ധിച്ചും ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിനനുസരിച്ച് IRGC ക്ഷീണിക്കും. അങ്ങനെ IRGC ക്ഷീണിച്ച് ഖാലിബാഫിൻ്റെ കയ്യിലെ കാര്യങ്ങൾ ഒതുങ്ങുന്നത് വരെ ഇത് നീട്ടിക്കൊണ്ടു പോകാം എന്നൊരു രീതിയാണ് ഖാലിബാഫിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഒരു ഒത്തുകളി പോലെയാണ് ഈ സംഗതി മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിലൂടെ സംഭവിക്കുന്ന വലിയ കാര്യങ്ങൾ ലെബനോണിൽ സംഭവിക്കുന്നുണ്ട്. ലെബനോണിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടാണ്. ലെബനോണിൻ്റെ സദേൺ പാർട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും ഹെസ്ബുള്ളയുടെ പിടിയിലാണ്. അത് ഷിയ മുസ്ലിംസാണ് അവിടെ പ്രധാനമായിട്ടും അധിവസിക്കുന്നത്. ലെബനോണിൻ്റെ സൗത്തൺ പാർട്ട്, അത് ലതാനി റിവർ വരെയുള്ള, ലതാനി റിവർ മുതൽ ഇസ്രായേലിലുള്ള ഭാഗം മുഴുവൻ ഇത് ഷിയ മുസ്ലിംസ് ആയിരുന്നു. അവരെ പൂർണ്ണമായിട്ട് ഇസ്രായേൽ കുടിച്ചു. വലിയൊരു ഏരിയയാണ് ലെബനോണിൻ്റെ ഒരു 20% വരുന്ന ഏരിയയാണ്. അവിടെ നിന്നുള്ള താമസക്കാരെ മൊത്തം അവരവിടുന്ന് ഓടിച്ച് ലതാനി റിവറിൻ്റെ അപ്പുറത്ത് കിടത്തി. എന്നാൽ ലതാനി റിവറിൻ്റെ അപ്പുറത്ത് കിടത്തിയ ശേഷം വീണ്ടും ഇസ്രായേൽ മിലിറ്ററി ലതാനി റിവർ ക്രോസ് ചെയ്ത് അതിൻ്റെ വടക്ക് ഭാഗത്തെത്തി വീണ്ടും ഒരു മുന്നോട്ട് പുരോഗമിച്ചു. അങ്ങനെ മുന്നോട്ട് കയറി ലെബനോണിൽ ഏകദേശം 25 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു റിവർ വരെയുള്ള ഭാഗം ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ഗ്രാമവാസികളെ ഓടിക്കുന്നു. ഈ ഷിയ മുസ്ലിംസിൻ്റെ കോൺസെൻട്രേറ്റ് ഏരിയ മുഴുവൻ പിടിച്ചെടുക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഗതി, ഈ ഷിയ മുസ്ലിംസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയാവുന്നൊരു സ്ഥലമുണ്ട്. ദാറ്റ് ഈസ് നബാറ്റിയ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിനടുത്തുള്ള ബോഫോർട്ട് കാസിൽ എന്ന് പറയുന്ന ഒരു കോട്ടയുണ്ട്. ദാറ്റ് ഇസ് ബോഫോർട്ട് കാസിൽ. ഒരു കോട്ടയാണ്, കോട്ടയെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു ക്ലിഫാണ്. ഏകദേശം 700 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. ആ പ്രദേശമൊക്കെ പൊതുവേ നിരന്ന പ്രദേശങ്ങളാണ്. ആ നിരന്ന പ്രദേശത്ത് 700 മീറ്റർ ഹൈറ്റിൽ ഇതിങ്ങനെ ഒരു കിരീടം പോലെ നിൽക്കുകയാണ്. ആ സാധനത്തിന് ഏറ്റവും മുകളിലൊരു കുഞ്ഞു കോട്ടയുണ്ട്. ഈ കോട്ടയ്ക്ക് ഒരു വലിയ ചരിത്രമുണ്ട്. ഇത് 1139 കുരിശുയുദ്ധക്കാരുണ്ടാക്കിയ കോട്ടയാണ്. അന്ന് കുരിശുയുദ്ധത്തിൻ്റെ കാലത്ത് കുരിശുയുദ്ധക്കാരുണ്ടാക്കിയ കോട്ടയാണ്. ഈ കോട്ടയുടെ പ്രത്യേകത ഒരു ക്ലിഫിൻ്റെ മുകളിലാണ്. അതിൻ്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ലെബനോണിൻ്റെ ഒരു പകുതി ഭാഗം കാണാം, ഇസ്രായേലിൻ്റെ ഒരു പകുതി ഭാഗം കാണാം, നിരന്നു കിടക്കുന്ന പ്രദേശമായതുകൊണ്ട്. അപ്പോൾ ഈ ഹെസ്ബുള്ള പ്രധാനമായിട്ടും ഇസ്രായേലിലേക്ക് ഡ്രോൺസും മിസൈൽസും ഒക്കെ അയക്കുന്നത് ഈ കുന്നിന് മുതൽ തരുന്നതുകൊണ്ടാണ്.
ഗലീലി റീജിയനാണ് പ്രധാനമായിട്ടും ആക്രമിക്കപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ ഗലീലി റീജിയൻ ഏകദേശം ഈ പീക്കിൽ നിന്ന് ഒരു 10, 100, 150 കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് ഇവരെ മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫോർട്ടിൻ്റെ മേലാണ്. ഈ ഫോർട്ട് ഇപ്പോൾ പിടിച്ചിരിക്കുന്നു. ഇത് 1139 ക്രൂസൈഡേഴ്സ് അന്ന് കുരിശുദ്ധത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത ശേഷം അവർ നിർമ്മിച്ചതാണ്. അത് പിന്നീട് 1190 ഒരു കസാക്കിസ്ഥാൻ മുസ്ലിം ഫൈറ്റർ, അദ്ദേഹത്തിൻ്റെ പേര് സലാദീൻ എന്നാണ്, കസാക്കിസ്ഥാൻ എന്നുള്ള മുസ്ലിം കമാൻഡർ അത് ക്രൂസൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചു 1190. 1240 ക്രൂസൈഡേഴ്സ് വീണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചു. പക്ഷേ 1268 ഖലീഫമാർ ഇത് ക്രൂസൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുകയും പിന്നീട് നിരന്തരമായി മുസ്ലിം ആധിപത്യത്തിലായിരിക്കുകയും ചെയ്തിരുന്ന ഒരു കോട്ടയാണ്. ഒരു കാസിൽ കൊട്ടാരം എന്ന് വേണമെങ്കിൽ വിളിക്കാം, കോട്ടയെന്ന് വേണമെങ്കിൽ വിളിക്കാം, എന്ത് വേണം വിളിക്കാം. ചെറിയൊരു സ്ട്രക്ചറാണ്, പക്ഷേ അതൊരു ക്ലിഫിൻ്റെ മുകളിലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് പിന്നീട് ഫസ്റ്റ് വേൾഡ് വാർ വരെ അത് ഇസ്ലാം ഖലീഫമാരുടെ കയ്യിൽ, ഓട്ടോമൻ എംപയറിൻ്റെ കയ്യിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൽ അത് ഓട്ടോമൻ എംപയറിൻ്റെ കയ്യിലായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിൽ ബ്രിട്ടൻ്റെ കക്ഷികൾ, സഖ്യകക്ഷികൾ ബ്രിട്ടൻ ചേർന്ന് ഓട്ടോമൻ എംപയറിനെ ക്വാഷ് ചെയ്തു, ഇല്ലാതാക്കി, പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ലെബനോൺ പ്രദേശം ഫ്രഞ്ച് അധീനതയിൽ വന്നു. അങ്ങനെ ഫ്രഞ്ച് അധീനതയിൽ ഏകദേശം 1923 ഇത് ഫ്രഞ്ച് അധീനതയിൽ വരുന്നത്. ഏകദേശം 1946 ആകുമ്പോഴേക്കും ലെബനോൺ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അങ്ങനെ പിന്നെ ലെബനോണിൻ്റെ കയ്യിലായി. അങ്ങനെ ലെബനോണിൻ്റെ കയ്യിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഇസ്രായേലിൻ്റെ ഫോർമേഷൻ 48 വരുന്നതും പിന്നീട് 60കളിൽ പാലസ്റ്റൈൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമാവുന്നതും അവർ പിന്നെ ജോർദാനിൽ സെറ്റിൽ ചെയ്യുന്നതും പിന്നീട് ജോർദാൻ രാജാവ് ഇവരെ ചവിട്ടി പുറത്താക്കുന്നു. പാലസ്റ്റൈൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു. അവരെല്ലാം കൂടി ലെബനോണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ലെബനോണിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പം ഈ കോട്ട, കാരണം ഈ ഷിയ മുസ്ലിംസിൻ്റെ ഒരു സെൻറ്ററാണെന്ന് ഞാൻ പറഞ്ഞു ഈ ലെബനോണിൻ്റെ സൗതേൺ സൈഡ്. അപ്പോൾ ഈ സൗതേൺ പാർട്ട് ഏകദേശം ഒരു മിഡിൽ ലെബനോൺ വരെ പോകുന്നത്. അപ്പോൾ ആ സൗതേൺ പാർട്ട് PLOയുടെ വലിയ ഒരു കേന്ദ്രമായി മാറുകയും അങ്ങനെ PLO ഈ കോട്ട കൈയടക്കുകയും ചെയ്തു. പിന്നീട് 1986 PLOയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായി ഈ കോട്ട ഇസ്രായേൽ പിടിച്ചു. അങ്ങനെ 86 മുതൽ ഇസ്രായേൽ സേന 2000 ആണ്ട് വരെ ഇത് കയ്യിൽവെച്ചു. പിന്നെ ക്യാമ്പ് ഡേവിഡിലെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കോട്ട ലെബനോൺ വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേൽ സേന അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. ഇത് ലെബനോൺ വിട്ടുകൊടുത്തെങ്കിലും പിന്നീട് അത് ഹിസ്ബുള്ള കൈയടക്കി എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ച കാര്യം. ലെബനോണിനെ കൊണ്ട് ആ രാജ്യം നിയന്ത്രിക്കാനാവുന്ന അവസ്ഥയായിരുന്നില്ല. ഇപ്പോൾ അത് വീണ്ടും ഇസ്രായേൽ തിരിച്ചു പിടിച്ചതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്രൂസൈഡേഴ്സ് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ, ഒരു കോട്ട, അത് വളരെ മിലിറ്ററിലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ട്രാറ്റജിക് പോയിൻ്റാണ്. ലെബനോൺ രാജ്യത്തിൻ്റെ പകുതിയോളം അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും, ഇസ്രായേലിൻ്റെ പകുതിയോളം അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അത്തരം രീതിയിലുള്ള ഒരു ക്ലിഫാണ്. അപ്പോൾ ആ ക്ലിഫിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ക്ലിഫ് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചു പിടിച്ചു. അതിൻ്റെ അടുത്തുള്ള ടൗണ് ഞാൻ പറഞ്ഞു, നെബാറ്റിയ എന്ന് പറയുന്നത് ഷിയയുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സാണ്. അത് ഇസ്രായേൽ സേന പിടിച്ചെടുക്കുകയാണെങ്കിൽ വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകും എന്നുള്ളത് വളരെ ഉറപ്പാണ്. കാരണം അത് ഷിയയുടെ അത്രയും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ അതൊക്കെയാണ് വാസ്തവത്തിൽ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ കരാർ നീണ്ടുപോകാനുള്ള ഒരു കാരണം എന്ന് വേണം വിചാരിക്കാൻ. ഈ ഷിയയ്ക്ക് ആധിപത്യമുള്ള ലെബനോണിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും ഇസ്രായേൽ കീഴടക്കുന്നത് വരെ ഇത് കാത്തു നിൽക്കുന്ന ഒരു സംഗതി പോലെയും തോന്നുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഇതിൽ ഒറിജിനൽ കരാറിൽ ഇവർ തമ്മിൽ എത്തിയിരുന്ന ഒരു ധാരണ, ഇറാനും അമേരിക്കയും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തൊരു ധാരണ, അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് എൻറിച്ച്മെൻറ്റ് പാടില്ല, അതുപോലെ എൻറിച്ച്ഡ് മെറ്റീരിയൽ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഓൾറെഡി ഉള്ള എൻറിച്ച്ഡ് മെറ്റീരിയൽ പൂർണ്ണമായിട്ടും അമേരിക്ക കൈമാറണം. ഇതാണ് അമേരിക്കൻ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ നെഗോഷിയേറ്റേഴ്സ് പ്രപ്പോസ് ചെയ്തൊരു സംഗതി, അങ്ങനെ അത് അമേരിക്ക കൈമാറുന്ന ഒരു സാഹചര്യം എന്നുള്ളത് ഇറാനിൽ വലിയ എതിർപ്പുണ്ടാക്കും. അപ്പോൾ അതിന് പകരം അത് ഡൗൺ ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡീഗ്രേഡ് ചെയ്യാം. ഈ 90% എന്നുള്ള അല്ലെങ്കിൽ 60% എന്നുള്ള എൻറിച്ച്ഡ് യുറേനിയത്തെ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് അത് വെപ്പൺ ഗ്രേഡ് യുറേനിയം എന്നുള്ളതിൻ്റെ ലെവലിൽ നിന്നും അത് റിയാക്ടർ ഗ്രേഡ് യുറേനിയം എന്ന് പറഞ്ഞാൽ പവർ പ്ലാന്റുകളിൽ, ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഗ്രേഡിലേക്ക് അത് ഡൗൺ ഗ്രേഡ് ചെയ്യാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങാണ് നെഗോഷിയേറ്റേഴ്സ് മുമ്പിൽ വെച്ചതും ആ കരാറിനകത്തുണ്ടായിരുന്നു. അത് പറ്റില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ യുറേനിയം എന്ന് പറയുന്നത് യുറേനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഐസോട്ടോപ്പ് യുറേനിയം 238 എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ്. യുറേനിയം 238 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഹാംലെസ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ആ യുറേനിയം ഐസോട്ടോപ്പിൻ്റെ അകത്ത്, ആ യുറേനിയം 238 എന്ന് പറയുന്ന ആ സാമ്പിളിനകത്ത് ഒരു 0.7% യുറേനിയം 235 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഉണ്ടാകും.
ഈ യുറേനിയം 235 എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ് ഫിസൈൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യുറേനിയം. അപ്പോൾ ഈ യുറേനിയം 238-ൻ്റെ 100 കിലോ ഉണ്ടെങ്കിൽ അതിനകത്ത് 700 ഗ്രാം യുറേനിയം 235 ഉണ്ടാവും. ഈ യുറേനിയം 235-നെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് എൻറിച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യുറേനിയം 238-നെ 35 ആക്കി മാറ്റാനും പറ്റും. ആ മാറ്റുന്ന പ്രോസസ്സിനെയും എൻറിച്ച്മെൻ്റ് എന്ന് പറയും. അപ്പം ഈ യുറേനിയം 235-ൻ്റെ കോൺസെൻട്രേഷൻ ഒരു യുറേനിയം സാമ്പിളിനകത്ത് കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുക. അതിൻ്റെ പേരാണ് എൻറിച്ച്മെൻറ്റ്. അങ്ങനെ കൂട്ടി നമ്മൾ പീസ് പർപ്പസിന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു റിയാക്ടർ ഗ്രേഡ് യുറേനിയം എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ റിയാക്ടർ ഗ്രേഡ് യുറേനിയത്തിൻ്റെ യുറേനിയം 235 കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3 to 5% ആണ്. 3 മുതൽ 5% വരെയാണ്. 2015 ഒരു എഗ്രിമെൻ്റ് പ്രകാരം നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയുടെ എക്സ്റ്റൻഷനാണത്. ഇറാനുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റ് പ്രകാരം ഇറാനെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് 3.67% ആണ്. 3.67% അപ്പുറത്തേക്ക് എൻറിച്ച് ചെയ്യരുത് എന്നുള്ളതാണ് ഇറാനുമായിട്ടുള്ള 2015 കരാർ. ആ കരാറിലെ വ്യവസ്ഥകൾ വയലേറ്റ് ചെയ്തു എന്നതുകൊണ്ടാണ് ട്രംപ് ആ കരാർ ക്യാൻസൽ ചെയ്തത്. അപ്പോൾ ഈ മെറ്റീരിയൽ ഇതിന് എൻറിച്ച് ചെയ്യുകയാണെങ്കിൽ എൻറിച്ച് ചെയ്ത് 20% മേലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് എത്രയാണെങ്കിലും 20% എക്സൈഡ് ചെയ്താൽ വെപ്പൺ ഗ്രേഡ് യുറേനിയം, അത് ആയുധം ഉണ്ടാക്കാനുള്ള യുറേനിയമാണ്. അപ്പോൾ 20% എക്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വെപ്പൺ ഗ്രേഡ് യുറേനിയം എന്നാണ് വിളിക്കുക. അതങ്ങനെ എൻറിച്ച് ചെയ്ത് 60% ആക്കിയ 420 കിലോ ഇറാൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 60% എത്തിക്കുക എന്ന് പറയുന്നത് ഈ 0.7% ആണ് നാച്ചുറലി ഉള്ളത്. അതിനെ 60% എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്, ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു പ്രോസസ്സാണ്. ഈ 60% എത്തിയ സാധനത്തിനെ 90% എത്തിക്കാൻ കാര്യമായൊരു എഫർട്ട് വേണ്ട. 90% എത്തിയാൽ അത് ബോംബ് ഗ്രേഡ് യുറേനിയമായി. അപ്പം ഈ 60% എത്തിച്ച യുറേനിയം ഇറാൻ്റെ കയ്യിലുണ്ട്. അത് വളരെ എളുപ്പത്തിൽ 90% ആക്കാൻ പറ്റും. അതിന് ഈ 60% എത്തിക്കാനാണ് എഫർട്ട് മുഴുവൻ വേണ്ടത്. അത് 90%ലേക്ക് ആക്കാൻ കാര്യമായ എഫർട്ട് ആവശ്യമില്ല. അങ്ങനെ 90% എത്തിച്ചു കഴിഞ്ഞാൽ ഏകദേശം 42 കിലോ യുറേനിയം ഉപയോഗിച്ചിട്ടാണ് ഒരു ബോംബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാൻ്റെ കയ്യിൽ ഏകദേശം 10 ബോംബിനുള്ള മെറ്റീരിയൽ ഉണ്ട് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ സംഗതിയെ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ഈ എൻറിച്ച്ഡ് യുറേനിയം 20% മേലെയുള്ളത്, അത് 60% വരെയുള്ളത്, അത് മുഴുവനായിട്ടും ഡൗൺ ഗ്രേഡ് ചെയ്ത് 3.7% താഴേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു പ്രപ്പോസലാണ് ഈ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ US മുമ്പിൽ വെച്ചത് എന്നാണ് മനസ്സിലാവുന്നത്. ഇറാനിൽ തന്നെ മെറ്റീരിയൽ സൂക്ഷിക്കും, എന്നിട്ട് അത് ഡൗൺ ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡൗൺ ഗ്രേഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ലോകത്തിൽ പുതിയ കാര്യമൊന്നുമല്ല. റഷ്യയും നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്നൊക്കെ പറയുന്ന വലിയ സംഗതികളുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസേ കടന്നു പോകുന്നില്ല. ലോകത്തിൽ ന്യൂക്ലിയർ ആയുധങ്ങളുടെ ആയുധ മത്സരം നിയന്ത്രിക്കുവാൻ വേണ്ടി അമേരിക്കയും റഷ്യയും മുൻകൈ എടുത്ത് നടത്തിയ UN-ൻ്റെ കീഴിലുണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗാണ് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. നമ്മളൊക്കെ അതിൽ അംഗങ്ങളാണ്. അപ്പോൾ അതും പ്രകാരം അമേരിക്കയും റഷ്യയും അവരുടെ ഒരുപാട് ആയുധങ്ങളുണ്ട്. അപ്പോൾ അത് കുറേ ഒഴിവാക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വന്നു. ആ കണ്ടീഷൻ്റെ ഭാഗമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സും റഷ്യയും ചേർന്ന് മെഗാ ടൺസ് ടു മെഗാ വാട്ട്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടാക്കി. മെഗാ ടൺസ് ടു മെഗാ വാട്ട്സ്. അപ്പോൾ മെഗാ ടൺസ് ടു മെഗാ വാട്ട്സ് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 1993 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ റഷ്യ 500 മെട്രിക് ടൺ വെപ്പൺ ഗ്രേഡ് യുറേനിയത്തിനെ ഡൗൺ ഗ്രേഡ് ചെയ്ത് റിയാക്ടർ ഗ്രേഡ് യുറേനിയമാക്കി മാറ്റിയിട്ടുണ്ട്. 500 മെട്രിക് ടൺ, ഒന്നും രണ്ടുമല്ല. ഈ 500 മെട്രിക് ടൺ യുറേനിയം റഷ്യ എങ്ങനെ ഉണ്ടാക്കിയതാണ്? അവരുടെ 20,000 വാർഹെഡുകൾ, 20,000 ബോംബുകൾ. ഒരു ബോംബ് മതി ഒരു ലോകത്തെ നശിപ്പിക്കാൻ. അത്തരം സാധനം 20,000 എണ്ണം. ആ 20,000 എണ്ണത്തിനെ ഡിസ്മാൻഡിൽ ചെയ്തിട്ടാണ് ഈ 500 മെട്രിക് ടൺ എൻറിച്ച്ഡ് യുറേനിയം എടുക്കുന്നതും. ആ എൻറിച്ച്ഡ് യുറേനിയമാണ് പിന്നെ ഡൗൺ ഗ്രേഡ് ചെയ്ത് 3.7%-ലേക്കോ അല്ലെങ്കിൽ 4%-ലേക്ക് കൊണ്ടിരുന്നതും. ഈ യുറേനിയം മുഴുവൻ റഷ്യ വിറ്റു. കാരണം റഷ്യ പിന്നീട് തകർന്നു പോയ കാര്യവും സാമ്പത്തികമായിട്ട് വീണുപോയ കാര്യവും നമുക്ക് റഷ്യ വിറ്റത് മുഴുവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആ കാലഘട്ടം, അതായത് 93 മുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ 10% ഈ യുറേനിയം ഉപയോഗിച്ചാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ യുറേനിയം ഉപയോഗിച്ചാണ് ഇലക്ട്രിസിറ്റിയുടെ 10% അമേരിക്ക പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ റഷ്യക്കുള്ളതുപോലുള്ള യുറേനിയം അവൈലബിലിറ്റി അമേരിക്കയ്ക്കില്ല. റഷ്യക്ക് ഇഷ്ടംപോലെ യുറേനിയം ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഡൗൺ ഗ്രേഡിങ് അല്ലെങ്കിൽ ഡൗൺ ബ്ലെൻഡിങ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് ലോകത്തിന് പുതിയതല്ല. ഇത് ഇറാനെ സംഭവിച്ചിട്ടുണ്ട്. ഈ 2015 എഗ്രിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇറാൻ്റെ കയ്യിൽ 20% മേലെ ഉള്ള അല്ലെങ്കിൽ 20% റേഞ്ചിലേക്കുള്ള 10,000 കിലോ യുറേനിയം ഉണ്ടായിരുന്നു. 10,000. അപ്പോൾ ഇറാൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം.
10,000 കിലോ യുറേനിയം. ആ 10,000 കിലോ യുറേനിയത്തിനെ 300 കിലോ ആക്കി ചുരുക്കണമെന്നുള്ളതായിരുന്നു 2015 എഗ്രിമെൻ്റ്. അപ്പം അങ്ങനെ 300 കിലോ ആയിട്ട് ചുരുക്കാമെന്ന് ഇറാൻ സമ്മതിക്കുകയും ഇവരുടെ ഈ 10,000 കിലോഗ്രാം യുറേനിയത്തിനകത്തുനിന്ന് അവർ ബഹുഭൂരിഭാഗവും റഷ്യയിലേക്ക് അവർ കൊടുക്കുകയും റഷ്യയ്ക്ക് കൊടുത്തു. റഷ്യ മിക്കവാറും അത് തിരിച്ച് അമേരിക്കയ്ക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ റഷ്യയിലേക്ക് അവർ മാറ്റിയത് 10,000 കിലോഗ്രാം യുറേനിയമാണ് റഷ്യക്ക് മാറ്റുന്നത്. അതിന് എൻറിച്ച്മെൻറ്റ് റേഞ്ച് അവൈലബിൾ അല്ല. എത്ര വരെ എൻറിച്ച് ചെയ്യുന്നു, 10% ആണോ 8% ആണോ, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും റിയാക്ടർ ഗ്രേഡ് യുറേനിയത്തിൽ നിന്ന് മേലോട്ട് അവർ പോയിരുന്നു. അങ്ങനെ മേലോട്ട് പോയ 10,000 കിലോഗ്രാം യുറേനിയം അവർ റഷ്യക്ക് കൊടുത്തൊഴിവാക്കിയിട്ടുണ്ട്. റഷ്യ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വിൽക്കുകയോ അവരുടെ പർപ്പസിന് ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും ശരി, ഇത് റഷ്യയിലേക്ക് പോയി എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതിനുശേഷം ഇവർക്ക് 300 കിലോഗ്രാം 3.67% യുറേനിയം ഹോൾഡ് ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ആ അവകാശത്തിൽ നിന്ന് അവർ പുറത്തേക്ക് പോയതാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ദിസ് ഡൗൺ ബ്ലെൻഡിങ് എന്നൊക്കെ പറയുന്ന പഴയ കാര്യങ്ങൾ തന്നെയാണ്, പുതിയതൊന്നുമല്ല. അതിലേക്ക് എത്തുമെന്നും ഈ പീസ് ട്രീറ്റി ഇപ്പോഴും നിലവിലുണ്ടെന്നാണ്, അല്ലെങ്കിൽ പീസ് ട്രീറ്റിക്കുള്ള മൂവ്മെൻറ്റുകൾ ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് ഇറാനും അമേരിക്കയും പറയുന്നത്. അപ്പോഴവർ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് സമാധാനത്തെക്കുറിച്ച് പറയുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ കാണാം.